നന്ദിത മഹാദേവൻ രഘുവേട്ടൻ്റെ ബന്ധുവാ. രഘുവേട്ടൻ്റെ ചെറിയച്ഛൻ്റെ മോള്. കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് അവരുമായി ഒരു ബന്ധവുമില്ല. അത് ഒരു പഴയ തർക്കത്തിൻ്റെ ബാക്കിയാണ്. ഞാൻ രഘുവേട്ടൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഇവരൊക്കെ തറവാട്ടിൽ നിന്നുള്ള അവകാശങ്ങളൊക്കെ വാങ്ങിപ്പോയിരുന്നു. പിന്നീടൊരിക്കൽ ഈ പറയുന്ന നന്ദിതയും അവളുടെ അമ്മയും കൂടി വീട്ടിൽ കയറി വന്നിരുന്നു. കൊടുത്ത അവകാശങ്ങൾ പോരാ, വീണ്ടും വേണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് വലിയ തർക്കവും ബഹളവും ഒക്കെ നടന്നു. ഇടയിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് ന്യായമായത് കിട്ടിയല്ലോ എന്ന് ഞാൻ ചോദിച്ചു. തറവാട്ടിലേക്ക് കയറി ചെന്ന മരുമകളുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു ചോദ്യം അവർക്ക് സഹിച്ചില്ല. അന്നെന്നെ കുറെ ചീത്ത വിളിച്ചും ബഹളം വെച്ചും വെല്ലുവിളിച്ചുമൊക്കെ ഇറങ്ങിപ്പോയത്. ഇന്ന് കണ്ടപ്പോ നന്ദിത അതൊക്കെ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞു. അവളുടെ മനസ്സിൽ നിന്നും ആ വൈരാഗ്യം ഇന്നും മാറിയിട്ടില്ല. അതെന്തെങ്കിലും ആവട്ടെ, അതിവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അല്ല സുജാതെ, രഘു പറഞ്ഞാൽ അവർ ഈ കേസിൽ നിന്ന് പിന്മാറില്ലേ? രഘുവേട്ടൻ പറഞ്ഞാൽ ഒരുപക്ഷെ അവൾ ഈ കേസിൽ നിന്ന് മാറിയേക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവർക്ക് വേറെ അഡ്വക്കേറ്റിനെ കിട്ടില്ലേ? അപ്പോ അഡ്വക്കേറ്റ് നന്ദിതയാണെന്നുള്ളത് ഒരു പ്രശ്നമൊക്കെ എടുക്കണ്ട. എന്റെ പൊന്നു സുജാതെ, ഓരോ പ്രശ്നങ്ങൾ തലയ്ക്ക് വരുമ്പോ അതിന് 10 കൊമ്പ. എവിടെ നിന്ന് നോക്കിയാലും ഒന്നെങ്കിൽ നെഞ്ചി കൊള്ളും, അല്ലെ വാരി എല്ലി കൊള്ളും. അതുപോലെ തന്നെയാ ഈ നന്ദിതയുടെ കാര്യം. വന്നതേ കുഴപ്പം പിടിച്ച അതിനിടയ്ക്ക് ഈ കാര്യവും. ஹரி சார் குழந்தைய விட்டு கொடுக்கலான்னு சொல்லியாச்சு. அதுக்கப்புறம் இனி என்ன பேச்சு? நீங்க அந்த குழந்தைய எப்படி பார்த்துட்டு இருக்கு? நீங்க அந்த குழந்தைய எப்படி கொண்டு நடந்துட்டு இருக்கு? ഇതൊന്നും വക്കീലിനും കോടതിക്കും தெரியாதா? സുജാതെ, ഇതിപ്പോ കൂടുതൽ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നന്ദിത മഹാദേവന്റെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്റെ കൊച്ചുമോളെ വിട്ടുകൊടുക്കുകയല്ല. അതിനുവേണ്ടി ഏതറ്റം പോകേണ്ടി വന്നാലും ഞാൻ എന്തായാലും പോകും. പിന്നെ ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ പാടത്തേക്ക് ഇറങ്ങാൻ ഒരു നല്ല ദിവസം നോക്കാന്നുള്ളതാ.